നമ്മുടെ തിരുവനന്തപുരത്ത് തുരങ്കപാതയുള്ളൊരു കൊട്ടാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് നമ്മുടെ കോയിക്കൽ കൊട്ടാരം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വേണാട് രാജവംശത്തിലെ രാജ്ഞിയായിരുന്ന ഉമയമ്മ റാണിക്ക് വേണ്ടി പണികഴിപ്പിച്ച കൊട്ടാരമാണിത്. വള്ളത്തിൻ്റെ ആകൃതിയിൽ വളഞ്ഞ് ഇരുനിലയായാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതി. ഈ കൊട്ടാരത്തിനുള്ളൊരു ഫോക്ലോർ മ്യൂസിയവും നാണയശാസ്ത്ര മ്യൂസിയവും പ്രവർത്തിക്കുന്നു. അമൂല്യമായ പല വസ്തുക്കളുടെയും ശേഖരം കൊണ്ട് സമ്പന്നമാണ് ഈ കൊട്ടാരം. പുരാതന സംഗീതോപകരണങ്ങളും നാണയശേഖരവും വാദ്യോപകരണങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത്യപൂർവമായ ചന്ദ്രവളയം എന്ന വാദ്യോപകരണം പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക സ്ഥലവും കോയിക്കൽ കൊട്ടാരമാണ്. പൗരാണിക കാലത്തിൻ്റെ തിരുശേഷിപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് കോയിക്കൽ കൊട്ടാരം. കേരള സർക്കാരിൻ്റെ ആർക്കിയോളജി വകുപ്പിന് കീഴിലാണിപ്പോൾ ഈ കൊട്ടാരം ഉള്ളത്. കൊട്ടാരത്തിനുള്ളിൽ വളരെയധികം വൃക്ഷങ്ങളും പൂന്തോട്ടങ്ങളും പിന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് നമ്മളിനി കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ സ്റ്റിൽ ഫോട്ടോസ് എടുക്കാനുള്ള പെർമിഷനാണ് നമുക്ക് കിട്ടുന്നത്. പണ്ട് യുദ്ധത്തിന് ഉപയോഗിച്ച വില്ലുകളാണ്. ഒരു കാലത്ത് മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന തെറ്റാലി. ഇത് പണ്ടുകാലത്ത് സ്മോക്കിങ്ങിന് ഉപയോഗിച്ച സാമഗ്രികളാണ്. ഇത് നമ്മൾ കാണുന്നത് രാമച്ച വിഷറി ആണ്. ഇവിടെ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിനുള്ള കൽപ്പൈപ്പുകളാണ്. ഇനി കാണാൻ പോകുന്നതാണ് ഈ കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുരങ്കപാത. അന്ന് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ഏകദേശം 3 കിലോമീറ്ററുകളോളം ദൂരമാണ് ഈ തുരങ്കപാത നിർമ്മിച്ചിട്ടുള്ളത്. കാലത്തെ ഒരു ഭരണികളാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന കണ്ടെയ്നറുകൾ. പണ്ട് കിച്ചണിൽ ഉപയോഗിച്ചിരുന്ന ഓരോ സാമഗ്രികളാണ്. പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത് താളിയോലകളും അതിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന നാരായം. കൊട്ടാരത്തിന് പടിക്കെട്ടുകളിലൂടെ കടന്ന് നമ്മളിനി മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് വിവിധ തരത്തിലുള്ള വിളക്കുകളാണ്. പിന്നെ കാണുന്നത് തൃശൂലമാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്ന കാലത്ത് നാടകങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളാണ്. പണ്ട് കാലത്തെ വെളിച്ചപ്പാട് ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കൾ. ഇവിടുത്തെ ഫോക്ലോർ മ്യൂസിയത്തിലാണ് ഈ വസ്തുക്കളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഭാരം ഉപയോഗിക്കാൻ ഉപയോഗിച്ചിരുന്ന ത്രാസുകളാണ്.